العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാവരും ഈ ലോകത്ത്, ഈ ദുനിയാവിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ നമുക്ക് ഇഷ്ടമായിട്ടുകൂടി ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നാം ജീവിക്കുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണം. നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ ആ വിചാരണ എളുപ്പമാകണം. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ പറഞ്ഞയക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഈ ദുനിയാവിലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയവും ഭാഗ്യവും അത് തന്നെയാണ്. നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുക എന്നതാണ്. അങ്ങനെ ലഭിക്കുന്ന ആളുകളാണ് മഹാഭാഗ്യവാന്മാർ, അവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുമുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാവരും മരണപ്പെടും. മരണപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യരുടെ നന്മകൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത് നാളെ പരലോകത്ത് വെച്ചുകൊണ്ടാണ്. എന്താണ് ആ പ്രതിഫലം? ഫമൻ സുഹസിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന. ആരാണോ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, ഫഖദ് ഫാസ്, ആ മനുഷ്യനാണ് യഥാർത്ഥ വിജയി. അപ്പോൾ നരകത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കാതെ നാം ചെയ്തു പോയ നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ, പാപങ്ങൾ, പോരായ്മകൾ
ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ ഇസ്തിഗ്ഫാറുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന വിചാരണയുടെ സമയത്ത് നല്ല മനുഷ്യരായി വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഫഖദ് ഫാസ്, അവനാണ് വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്നാൽ ഈ ദുനിയാവ് എന്നത് മനുഷ്യരെ കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ് എന്നതാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ഈ സ്വർഗത്തിലേക്ക് മനുഷ്യരെ പ്രവേശിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ദുനിയാവിൽ മനുഷ്യരെ കബളിപ്പിക്കുന്ന ഈ ദുനിയാവിന്റെ വിഭവമാണ്. അതിൽ തന്നെ നമ്മെ വഞ്ചിക്കുന്നത് പിശാചിന്റെ പ്രവർത്തനമാണ്. ഈ ദുനിയാവ് എന്നത് വലിയ ഒരു സംഭവമാണ് എന്ന് മനുഷ്യർക്ക് തോന്നുകയും പരലോകത്തെ കുറിച്ച് എത്ര ഓർമ്മപ്പെടുത്തിയാലും ഓർമ്മപ്പെടുത്തുന്നവരാണെങ്കിലും കേൾക്കുന്നവരാണെങ്കിലും പലപ്പോഴും ജീവിതത്തിൽ പരലോകത്തേക്കാൾ ദുനിയാവിന് പ്രാധാന്യം നൽകുന്ന അവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് യഥാർത്ഥത്തിൽ ഒരു കബളിപ്പിക്കലിൽ നാം അകപ്പെട്ടു പോകുന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നത് പരലോകമാണ്. ആ പരലോകത്ത് വിജയിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ശേഷമാണ് ഖുർആൻ പറയുന്നത്, എന്നാൽ മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ദുനിയാവ് എന്നത് മനുഷ്യരെ കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ് എന്നതാണ്. ഇത് ഓരോ മനുഷ്യരെയും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഈ കബളിപ്പിക്കലിൽ ആളുകൾ ഉൾപ്പെടും. എങ്ങനെയെങ്കിലുമൊക്കെ മനുഷ്യരെ നന്മയുടെ മാർഗത്തിൽ നിന്ന്, ആ നന്മയിൽ നിന്ന് തടസ്സമുണ്ടാക്കുക എന്നതാണ് പിശാചിന്റെ പ്രവർത്തനം എന്നത്. ചില ആളുകൾ വളരെ സിമ്പിളായിക്കൊണ്ട് നന്മയിൽ നിന്ന് മാറി സഞ്ചരിക്കും. അവരെത്ര ഉപദേശങ്ങൾ കേട്ടാലും എത്ര നിർദ്ദേശങ്ങൾ കേട്ടാലും മനുഷ്യ ജീവിതത്തിൽ അടിസ്ഥാനപരമായി പുലർത്തേണ്ട കാര്യങ്ങൾ പോലും ജീവിതത്തിൽ ഇല്ലാത്ത ആളുകളെ. അപ്പോൾ അവരെ വഴിപിഴപ്പിക്കുക എന്നത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു ദൗത്യമല്ല. കാരണം അവരിൽ നമസ്കാരമില്ല. കാരണം ആ നമസ്കാരത്തിന്റെ സമയം പോലും കേവലം ഒരു 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-40 മിനിറ്റ് അധികം എടുത്താൽ ഉള്ള ഒരു സമയം പോലും ജീവിതത്തിൽ നന്മക്ക് വേണ്ടി എടുക്കാൻ അവർ തയ്യാറല്ല. അവർ അതിന് റെഡിയല്ല. കാരണം ആ നമസ്കാരത്തിന്റെ സമയം പോലും സുബഹി, ഉറക്കം എന്ന ഒരു കാരണമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ന്യായമായി തോന്നും. മനുഷ്യനല്ലേ, ഉറങ്ങണ്ടേ, രാത്രി ഒരു 12 മണി 11 മണിക്കൊക്കെ ഉറങ്ങുന്നതല്ലേ, കച്ചവടമില്ലേ, ബിസിനസ് ഇല്ലേ, അതുകൊണ്ട് എന്നെ പോലെയുള്ള ഒരാളൊന്നും സുബഹിക്ക് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യായമായി. അയാൾ ദുനിയാവിന്റെ ആ വിഭവത്തിൽ, ആ പറ്റിക്കലിൽ അദ്ദേഹം അകപ്പെട്ടു. കൂലിപ്പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ ഉച്ചക്ക് ആകെ കുറച്ച് സമയം റെസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോ എനിക്കൊന്നും ളുഹർ എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനൊന്നും ഇപ്പൊ അങ്ങനെ ഒരു വലിയ തെറ്റൊന്നും ചെയ്യുന്ന ഒരാളല്ലല്ലോ. പിന്നെ ഇപ്പൊ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ അത്ര വലിയ നല്ല മനുഷ്യന്മാരാണോ? അപ്പൊ അയാൾക്കൊരു ന്യായമായി. മറ്റുള്ളവരെ ഒന്ന് കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലേക്ക് ഒരു ന്യായം വന്നു. അങ്ങനെ ഓരോ സംഗതികൾക്കും ഓരോ കർമ്മങ്ങൾക്കും മനുഷ്യരുടെ മനസ്സിലേക്ക് തെറ്റായ ചില ന്യായങ്ങൾ വരും. എന്നിട്ട് ആ മനുഷ്യൻ വഴിപിടച്ചു പോകും. അതാണ് ചില ആളുകളെ വളരെ സിമ്പിളായി കൊണ്ട് വഴിപിടപ്പിച്ചു പോകാൻ കഴിയും. ഇത് ആരാധനയാണെങ്കിലും വിശ്വാസമാണെങ്കിലും മനുഷ്യ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണെങ്കിൽ, അതിപ്പോ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് നേർച്ചയാണെങ്കിലും അതും ഭക്ഷണമല്ലേ, വീട്ടിലുണ്ടാക്കുന്നതും ബിരിയാണിയല്ലേ, അതും ബിരിയാണിയല്ലേ, ഇതും പായസമല്ലേ, അതും പായസമല്ലേ, വളരെ ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരകപ്പെട്ടു. അവർ പിശാചിന്റെ ഈ ദുർബോധനത്തിൽ അവർ അകപ്പെട്ടു കഴിഞ്ഞു. ഇസ്ലാമികമായ വേഷം, അതിപ്പോ ഒരു കല്യാണം, ഒരു തക്കാരം, ഒരു കുടിയിരിക്കൽ, ആളുകളൊക്കെ കൂടുന്ന ഒരു സ്ഥലം, അവിടെയും ഇങ്ങനെ നമ്മളിങ്ങനെ ഇസ്ലാമിക വേഷമായ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കുക എന്നൊക്കെ പറഞ്ഞ, അതിപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷന് മറച്ചിട്ടില്ലെങ്കിൽ ഇത്ര വലിയൊരു പ്രശ്നമാണോ? അപ്പൊ അവർക്കൊരു ന്യായമാണ്. അവരെന്നെ സ്വയം ചോദിക്കുകയും സ്വയം ഉത്തരം കണ്ടെത്തുകയും ചെയ്യുകയാണ്. അപ്പൊ വളരെ പെട്ടെന്ന് അകപ്പെടും.
എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവർ, ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവർ, ജീവിതത്തിന്റെ പല ആസ്വാദനങ്ങളിൽ നിന്നും മാറി നിന്ന് എനിക്ക് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണമെന്ന അതിയായ ആഗ്രഹമുള്ള ആളുകൾ, അപ്പോൾ അവരെയും വഴിപിഴപ്പിക്കാൻ പിശാചിന്റെ മുന്നിൽ മാർഗമില്ലേ? ഉണ്ട്. അങ്ങനെയുള്ള ചില മാർഗങ്ങൾ, നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിലൊന്നാമത്തേതാണ്, നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ നന്മകൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആത്മാർത്ഥത ചോർന്നു പോകുക എന്ന്. മറ്റുള്ളവർ നമസ്കരിക്കാതിരിക്കുന്നതിന് കാരണങ്ങൾ കണ്ടെത്തുന്നു, നന്മകൾ ചെയ്യാതിരിക്കുന്നു, ഇസ്ലാമിക വേഷം ധരിക്കാതിരിക്കുന്നു, സ്വതക്ക നൽകാതിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന ആളുകളിൽ പിശാചിന്റെ ചില സ്വാധീനങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങൾ അറിയാതെ ചോർന്നു പോകും. നമ്മുടെ ആരാധനകൾ, നമസ്കാരം, ആളുകളെ സഹായിക്കുക, കുടുംബ ബന്ധം പുലർത്തുക, പള്ളിയും മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുക, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കേണ്ടത് എന്താണ്? സമൂഹത്തിൽ മനുഷ്യരെ ഇതിനൊക്കെ എന്തിനു പ്രേരിപ്പിക്കുന്നു എന്നത് വേറെ. ഒരു വിശ്വാസിയെ 5 നേരം പള്ളിയിലേക്ക് വരാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ എന്തിനാണ് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നത്? അപ്പൊ അതിന് 99% ഉത്തരം കിട്ടിയാൽ പോരാ, 100% ഉത്തരം കിട്ടണം. ഞാൻ എന്തിനാണ് എന്റെ വളരെ തിരക്ക് പിടിച്ച സമയത്ത് ജമാഅത്തിന്റെ സമയമാകുമ്പോഴേക്ക് ളുഹ്റിനെത്തുന്നത്, അസറിനെത്തുന്നത്, മഗ്രിബിനെത്തുന്നത്? എന്തിനാണ്? ഒരൊറ്റ ഉത്തരം ഉണ്ടാകാൻ പാടുള്ളൂ. അത് ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയാനല്ല. അവൻ എത്ര തിരക്കുണ്ടെങ്കിലും കണ്ടില്ലേ, ആ സമയത്തും കടയിൽ ഉണ്ടാവില്ല എന്ന് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയാനല്ല. നമ്മൾ കുടുംബ ബന്ധം പുലർത്തുന്നത് അവൻ എത്ര തിരക്കുള്ള ആളാണെങ്കിലും, എത്ര വലിയ സമ്പത്തുള്ള ആളാണെങ്കിലും, എത്ര വലിയ സ്വാധീനമുള്ള ആളാണെങ്കിലും അവൻ കണ്ടില്ലേ കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ വളരെ ഉഷാറാണ് എന്ന സംസാരത്തിന് വേണ്ടിയല്ല. നാം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മൻ കാന ലഹു ഖാലിസൻ വയബ്ഗി ബിഹി വജ്ഹഹു. ആരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കാരണമായി തീരുന്ന ഒരു പ്രവർത്തനമായി ഒരു പ്രവർത്തനത്തെ പരിഗണിക്കുക? അത് ഇഖ്ലാസുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ്. 2 ഉദ്ദേശമുള്ള ആളുകളിൽ നിന്ന് സ്വീകരിക്കൂല. 2 or 3 ലക്ഷ്യങ്ങളുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി, പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇല്ലാ മൻ കാന ലഹു ഖാലിസൻ, നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. വയബ്ഗി ബിഹി വജ്ഹഹു, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ അവിടെ ഞാനടക്കമുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർമ്മങ്ങളെ നാം നല്ല രൂപത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. വളരെ നല്ല രൂപത്തിൽ. നമസ്കാരക്കാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളായ ആളുകൾ, യുഖാദിഊനല്ലാഹ, അവർ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ്. അങ്ങനെയാണോ? അല്ല. വഹുവ ഖാദിഉഹും, അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. കാരണം വഇദാ ഖാമു ഇലസ്വലാത്തി, അവർ നമസ്കാരത്തിലേക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ ഖാമു കുസാല, മടിയോടുകൂടിയാണ് അവർ എഴുന്നേറ്റ് നിൽക്കുക. യുറാഊനന്നാസ, അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, ജനങ്ങൾ എന്റെ നമസ്കാരം കാണണം. അതുകൊണ്ട് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ വളരെ കുറച്ചല്ലാതെ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നില്ല എന്നതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ, ഞാൻ എല്ലാ നന്മകളും ചെയ്യുന്നത് എന്റെ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന ബോധ്യം കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അരക്കെട്ടുറപ്പിച്ച് നാം ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത്,
നാം ചെയ്യുന്ന കാര്യങ്ങൾ നാം എടുത്തു പറയുക എന്നതാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ എടുത്തു പറയാം. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു 6 മാസം ഒരു മനുഷ്യൻ നമസ്കാരമില്ലാത്ത, ജമാഅത്തിന് പങ്കെടുക്കാത്ത, ആരാധനകളിൽ ശ്രദ്ധയില്ലാത്ത ഒരു മനുഷ്യൻ വളരെ കൃത്യമായി പള്ളിയിലെത്തുന്നു. അപ്പൊ അയാളുടെ മനസ്സിലൊരു ചിന്ത എങ്ങനെ ഉണ്ടാവും? എന്ത്, ആദ്യം വരെ ഞാൻ ഇനിയും കുറെ ശരിയാകാനുണ്ട് എന്നാണ് വരേണ്ടത്. കാരണം എത്ര കാലം നിസ്കരിക്കാതിട്ടുണ്ട്, എത്ര കാലം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ മോശപ്പെട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്ക് ആ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഒരു വിചാരം, ഒരു ദുർബോധനം എന്തായിരിക്കും അറിയോ? ബാക്കിയുള്ള ആളുകളെ കുറിച്ചൊക്കെ മോശ അഭിപ്രായം ഇങ്ങനെ തോന്നാൻ തുടങ്ങും. എന്താ പോന്റെ കഥലെ, എന്താ പയാള കഥലെ, പിന്നെ വരാത്തവരെ കുറിച്ചായിരിക്കും എന്റെ ചർച്ച. എന്നിട്ട് അവൻ ഇങ്ങനെ ആളുകളോട് ഇങ്ങനെ എടുത്തു പറയും അവന്റെ കാര്യങ്ങൾ. ഞാൻ പിന്നെന്താ, എത്ര തിരക്കുണ്ടെങ്കിലും ജമാഅത്ത് ഞാൻ ഒഴിവാക്കൂല. എന്തിനാണത് മനുഷ്യരോട് പറയുന്നത്? എന്തിനാണ് ഈ കാര്യം മറ്റുള്ളവരോട് പറയുന്നത്? കാരണം നാം ജമാഅത്തിന് വരുന്നതും പങ്കെടുക്കുന്നതും 100% ബോധ്യമുള്ള റബ്ബ് കാണുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഇങ്ങനെ മനുഷ്യന്മാരോട് പറഞ്ഞു കണ്ട് അവരെ പ്രയാസപ്പെടുത്തുന്നത്? അവരെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, എടാ ജമാഅത്തിനൊന്ന് വന്നൂടെ എന്ന് ചോദിക്കാം, സുഹൃത്തുക്കളോട് ഉപദേശിക്കാം. നമ്മളെ കുറിച്ച് നാം തന്നെ നന്മകൾ ഇങ്ങനെ പറയാം. ഇങ്ങനെ പറയുന്ന ആളുകളിൽ പലപ്പോഴുമുള്ള ഒരു മനോഭാവം എന്തായിരിക്കും അറിയോ? ഇപ്പൊ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും. തഹജ്ജുദ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ തഹജ്ജുദ് നമസ്കരിക്കുന്നവരുണ്ടാകും. പക്ഷെ തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരാൾക്ക് പ്രതിഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല, ആ മനുഷ്യരുടെ പ്രതിഫലം പൂർണ്ണമായി ചോർന്നു പോകുന്ന ഒന്നാണ്. അത് എടുത്തു പറയുക എന്നുള്ളത്. അങ്ങനെ ആളുകൾ അങ്ങനെ കാണുമ്പോൾ അറിയാതെ ഞാൻ നോക്കിയ മിനിഞ്ഞാന്നും കൂടി എനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിന്. എനിക്കിങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ കുറിച്ച് ഓർമ്മ വന്നത്. എന്താണെന്നറിയോ? അത് പിശാച് എടുക്കുന്ന ഒരു പണിയാണ്. ഒരാഴ്ച തഹജ്ജുദ് നമസ്കരിക്കുമ്പോഴേക്ക് ഞാൻ നിർവഹിക്കുന്ന തഹജ്ജുദ് നമസ്കാരം എങ്ങനെയെങ്കിലും എന്റെ പിതാവിനെ അറിയിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയെ അറിയിക്കണം, ഭർത്താവ് മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ സഹോദരന്മാരെ അറിയിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് കൊണ്ടെങ്കിലും എന്റെ കൂട്ടുകാരനെ അറിയിക്കണം. ഇതൊരു പൈശാചികതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താ? ആ തഹജ്ജുദ് കളയാൻ വേണ്ടി പിശാച് എടുക്കുന്ന ഒരു പണിയാണ്. നമ്മൾ ചെയ്യുന്നത്, ആര് പറയാ, നമ്മൾ ചെയ്യുന്ന നന്മകൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തന്നെ പറയാം. ശരിയല്ല, നമ്മളെ ചെയ്യാൻ പാടില്ല. നാം ചെയ്യുന്ന ത്യാഗവും നമ്മുടെ നന്മകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ദിക്റും നമ്മൾ പറഞ്ഞു വലുതാക്കേണ്ടതില്ല. കാരണം അത് കാണുന്ന പടച്ച തമ്പുരാനുണ്ട്. ആ പറയുന്നതിൽ നമുക്ക് ശരിയല്ലാത്ത ധാരണയുടെ ഒരു ചെറിയ കണികയുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പറയും, ഇദാ ജസന്നാസ ബിഅഅമാലിഹിം ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ. പ്രതിഫലം അല്ലാഹു എല്ലാ ആളുകൾക്കും അങ്ങനെ കൊടുക്കും. പക്ഷെ ആളുകളോട് പറഞ്ഞ് ഇത് നഷ്ടപ്പെടുത്തിയ ആളുകളോട് പറയും, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ. ദുനിയാവിൽ പല ആളുകളും കാണണം, പറയണം, ശ്രദ്ധിക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നല്ലോ. അവരടുത്തേക്ക് പോയി നോക്കൂ നിങ്ങളുടെ പ്രതിഫലത്തിനു വേണ്ടി. ഫൻദുർ വഹൽ തജിദൂന ഇൻദഹും ജസാആ. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ പ്രതിഫലം അവരുടെ അടുത്തുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അതാണ് രണ്ടാമത്തേത്, നാം ചെയ്ത കാര്യം നാം എടുത്തു പറയുക എന്നതാണ്. മൂന്നാമതായിക്കൊണ്ട് കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ദുസ്വഭാവമാണ് നാം മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്ത നന്മകൾ നാം എടുത്തു പറയുകയും ആ എടുത്തു പറയുന്നതിലൂടെ നാം അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകളോട് ഒരു താല്പര്യവും മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. വളരെ വളരെ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ മക്കളുണ്ടാവും. വളരെ ചെറുപ്പത്തിൽ ബാപ്പ മരിച്ചു. ഒരു മകൻ ഒരു 3 വയസ്സാകുമ്പോ ഒരു പിതാവ് മരണപ്പെടുക എന്നത് ആ കുട്ടിയുടെ തെറ്റല്ല. സ്വാഭാവികമായി അവന് 3 വയസ്സാകുമ്പോ അതിൽ മൂത്തയാൾക്ക് 18 20 വയസ്സുണ്ടാവും. ബാപ്പ മരണപ്പെട്ടാൽ ആരാണ് ഈ 3 വയസ്സുകാരനെ നോക്കേണ്ടത്? ആരാണ് ഈ 5 വയസ്സുകാരനെ സംരക്ഷിക്കേണ്ടത്? സ്വാഭാവികമാണ് മൂത്ത സഹോദരനാണ്, അല്ലെങ്കിൽ മൂത്ത സഹോദരിയാണ്.
കാരണം അവർ ആ മാതാപിതാക്കളുടെ കരുണയും സ്നേഹവും ആർദ്രതയും ആ ചെറുപ്പകാലത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാവിധ അവകാശങ്ങളും ലഭിച്ചു വളർന്നവരാണ്, അവർ പ്രായപൂർത്തിയെത്തിയവരാണ്. പക്ഷെ ആ നോക്കിയതുണ്ടല്ലോ, നമ്മൾ പ്രായമായി കഴിഞ്ഞാല് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. മൂത്ത സഹോദരന്മാർ വിചാരിക്കുന്നറിയോ, എന്റെ അനിയൻ ഇങ്ങനെയല്ലല്ലോ എന്നോട് നിൽക്കേണ്ടത്, എന്റെ സഹോദരി ഇങ്ങനെയല്ലല്ലോ എന്നോട് നിൽക്കേണ്ടത്. ശരിയാകാം, അങ്ങനെയായിരിക്കില്ല നിൽക്കേണ്ടത്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ എത്ര വലുതായി കഴിഞ്ഞാലും പഴയ കാലത്ത് നോക്കിയതിന്റെയും സംരക്ഷിച്ചതിന്റെയും കണക്കെടുത്തു പറയുക എന്നത് വലിയ കുറ്റമാണ്. അത് നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു വിധവയുണ്ടാകും. അപ്പൊ ആ വിധവക്ക് അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. നമ്മൾ അവിടെ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ടി വല്ലതും ചെയ്തു കൊടുക്കുന്നു, അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ, അവരുടെ മക്കളുടെ വിവാഹം, അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു. എന്നാൽ ആ കുടുംബത്തിലൊരു വിവാഹം നടന്നു. ആ വിവാഹത്തിന് ആ വിധവയായ സ്ത്രീ നമ്മെ അറിയിക്കാൻ വിട്ടുപോയി. ഒരു സംശയമല്ല, നമുക്ക് എന്തുണ്ടാവും? സങ്കടം ഉണ്ടാവും, നമുക്ക് പ്രയാസം ഉണ്ടാവും. കാരണം എന്താ? അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണ് നമ്മള്. പക്ഷെ ഒരിക്കലും ഈ നാവിൽ നിന്ന് നമ്മൾ അവരോട് നമുക്ക് ചോദിക്കാം, എന്റെ കല്യാണം പറയാൻ മറന്നോ? അത് മറന്നതാണല്ലേ. അടുത്തത്, അതിപ്പോ എങ്ങനെയാ മറക്കുക എന്ന് പറഞ്ഞ് അവരുടെ വൈദവ്യത്തിന്റെ കാലത്തിന്റെ തുടക്കം മുതൽ അവർ ചെയ്തത് അവരോടും പിന്നെ നാട്ടുകാരോടും പിന്നെ കുടുംബത്തോടും പിന്നെ കാണുന്നവരോടും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ എന്നെ സഹായിക്കേണ്ടിയില്ലായിരുന്നു എന്ന് ആ വിധവയായ സ്ത്രീക്ക് തോന്നുന്ന തരത്തിൽ ഒരു മനുഷ്യർക്ക് നമ്മൾ ഉപകാരം ചെയ്തു കൊടുക്കരുത്. അയൽവാസിയായ ഒരു മനുഷ്യൻ, അയാളുടെ ചെറുപ്പകാലത്ത് നമ്മൾ അയാൾക്ക് കടം കൊടുത്തിട്ടുണ്ട്, അയാളെ സഹായിച്ചിട്ടുണ്ട്, അയാൾ വലിയ സമ്പന്നനായി, അയാൾ ഭൗതികതയുണ്ടായി, അയാൾക്ക് ഐശ്വര്യമുണ്ടായി. പക്ഷെ അയാൾ നമ്മളെ മറക്കാൻ പറ്റുമോ? പറ്റൂല. അതാരും ചിന്തിക്കേണ്ടത് അയാൾ ചിന്തിക്കേണ്ടതാ. പക്ഷെ നമ്മൾ ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടും അയാളെ സഹായിച്ചതും എല്ലാം ഇങ്ങനെ എടുത്തു പറയുക, അത് സഹപ്രവർത്തകരോടാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും നിരാലംബരായ മനുഷ്യരാണെങ്കിലും ആരോടാണെങ്കിലും ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് സംസാരിക്കുകയും അങ്ങനെ അവരെ ഉപദ്രവിക്കുകയും ചെയ്യുക എന്നത് വലിയ തെറ്റാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതികും, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. എങ്ങനെ? ബിൽ മന്നി വൽ അദാ, അത് എടുത്തു പറഞ്ഞവരെ ഉപദ്രവിച്ചുകൊണ്ട്. എടുത്തു പറയുന്ന ഒരു ഉപദ്രവമാണ്. ഒരു മനുഷ്യനോട്, എന്നാലും അത് മറന്നല്ലടാ, അന്ന് ഈ വീണ് കടന്നപ്പോ അന്നെ ഞാനാണല്ലോ നോക്കിയത് എന്ന് പറഞ്ഞത് ഒരാൾക്കും ഇഷ്ടമുണ്ടാവില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഏതുപോലെ അങ്ങനെ ഉപദ്രവിക്കണോലുണ്ടാവും. ആര്? അങ്ങനെ ഉപദ്രവിക്കുന്നവർ, അവർ നന്മ ചെയ്യുന്നത്, സ്വതക്ക നൽകുന്നത് ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും അവർ വിശ്വസിക്കാത്തവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് മനുഷ്യരെ സഹായിക്കുന്നത്, മനുഷ്യർക്ക് വേണ്ടി നന്മകൾ ചെയ്തു കൊടുക്കുന്നത്, മനുഷ്യരോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപഴകുന്നത്, ഇതൊക്കെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ ഘട്ടം അയാൾക്ക് വരുമ്പോ അത് എടുത്തു പറഞ്ഞുകൊണ്ട് അയാളെ ഉപദ്രവിക്കാനുള്ളതല്ല. ഖുർആൻ പറഞ്ഞെന്താണെന്നറിയോ? അങ്ങനെ ആരാ ഉപദ്രവിക്കുക? അങ്ങനെ ഉപദ്രവിക്കുക ജനങ്ങൾ കാണാൻ വേണ്ടി ഉപകാരം ചെയ്യുന്നവരും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ആളുകളുമായിരിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ഖുർആൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു. വിധവയെ സഹായിച്ചവൻ, യത്തീമിനെ നോക്കിയവൻ, പാവപ്പെട്ടവരെ സഹായിച്ചവൻ, അയൽവാസി പ്രയാസപ്പെട്ടപ്പോൾ കടം കൊടുത്തവൻ, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഓടി നടന്നവൻ ഒലിച്ചു പോകുന്നത് പോലെയാണ്. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ,
അവർ ചെയ്യുന്ന ഒരു കാര്യവും നാളെ പരലോകത്ത് ഉപകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ള ആളുകളെ നാം ചെയ്തു കൊടുക്കുന്ന നന്മകൾ കാരണം എടുത്തു പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുക എന്നത് വലിയ തെറ്റായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഖുർആൻ മനുഷ്യരെ ഒരു നന്മ ഒരു മനുഷ്യന് നാം ചെയ്തു കൊടുത്തത് അത് അവനോട് തന്നെ എടുത്തു പറയുന്നത് അതൊരു തെറ്റാണ് എന്ന് പഠിപ്പിച്ച ഖുർആൻ, ഇസ്ലാം പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് മറ്റുള്ള മനുഷ്യരെ ഉപദ്രവിക്കുക? ഒരു നന്മ ചെയ്തു കൊടുത്തതുപോലും എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ച മനുഷ്യർക്ക് ഒരിക്കലും മനുഷ്യരെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഇല്ല, കാരണം അത് ഇസ്ലാമിന്റെ ഒരു നയമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വളരെ സങ്കടകരമായ, നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന, ഓരോ ഇന്ത്യക്കാരനെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒന്നാണ് കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തതുപോലും അയാളോട് വീണ്ടും പറയുന്നത് വലിയ തിന്മയാണ്, നിങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് പറഞ്ഞ ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭീകരത എന്നത്, തീവ്രത എന്നത് അംഗീകരിക്കാനേ കഴിയുകയില്ല. കാശ്മീർ എന്നത് മനോഹാരിതയുള്ള, സൗന്ദര്യാത്മകമായ, വളരെ സുഖകരമായ ഒരു പ്രദേശമാണ് കാശ്മീർ എന്ന് പറഞ്ഞാൽ. അവിടെ എത്തിപ്പെട്ട വിനോദസഞ്ചാരികളെ വളരെ ക്രൂരമായി, നിരായുധരായ, സന്തോഷിക്കാൻ വേണ്ടി വന്ന, സല്ലപിക്കാൻ വേണ്ടി വന്ന ആ മനുഷ്യരെ, നിരായുധരായ പാവപ്പെട്ട ആ മനുഷ്യരെ കൊന്നൊടുക്കിയ ഭീകരന്മാർ അവർ ചെയ്തത് ഈ രാജ്യത്തോടുള്ള കൊടുംപാതകമാണ്. എന്ന് മാത്രമല്ല, അവർ ഭീകരർ എന്നതിന്റെ കൂടെ തന്നെ അവർ ഭീരുക്കളുമാണ്. കാരണം വളരെ പാവപ്പെട്ട മനുഷ്യരോടാണ്, നിഷ്കളങ്കരായ മനുഷ്യരോട്, നിരായുധരായ മനുഷ്യരോട്, ജീവിതത്തിൽ ഒരു സന്തോഷം കണ്ടെത്താൻ വന്ന മനുഷ്യരെ അതിക്രൂരമായി കൊന്നൊടുക്കിയ ഭീകരന്മാർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് രാജ്യം ഒന്നടങ്കം അതിനെ അപലപിച്ചത്. എല്ലാവരും അതിനെ ഒന്നടങ്കം അപലപിച്ചത് അതുകൊണ്ടാണ്. ചില മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ ചില കാര്യങ്ങളുമൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആ ക്രൂരമായ കുറ്റകൃത്യം, ആ കൊടും ക്രൂരത, ആ ഭീകരത അവർ ചെയ്തത് എന്ന് നമുക്ക് വായിക്കാൻ സാധിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതം എന്ത് എന്നത് അവർക്കറിയില്ല. മതം എന്ത് എന്നറിയാത്ത ആളുകൾക്ക് മാനവികതയും മനുഷ്യത്വവും ഉണ്ടാകുകയുമില്ല. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നാവുകൊണ്ടോ കൈകൊണ്ടോ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാത്തവനാണ് മുസ്ലിം. അൽ മുഅ്മിനു, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മൻ അമനഹുൻ നാസ അലാ ദിമാഇഹിം വ അംവാലിഹിം, മറ്റുള്ള മനുഷ്യരുടെ രക്തത്തിനും മറ്റുള്ള മനുഷ്യരുടെ സമ്പത്തിനും നിർഭയത്വം നൽകുന്നവനാണ് മുഅ്മിൻ. ആരാണ് വിശ്വാസി? ആരാണ് സത്യവിശ്വാസി? ആ വിശ്വാസി എന്ന് പറഞ്ഞാൽ മൻ അമനഹുൻ നാസ അലാ ദിമാഇഹിം വ അംവാലിഹിം, മനുഷ്യരുടെ സമ്പത്തിനും മനുഷ്യരുടെ രക്തത്തിനും നിർഭയത്വം നൽകുന്നവനാണ് വിശ്വാസി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരാൾ മറ്റൊരു മനുഷ്യനെ അന്യായമായി കൊലപ്പെടുത്തുകയും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയവനെ പോലെയാണ് അവൻ. വമൻ അഹ്യാഹ, എന്നാൽ ആരാണോ മറ്റുള്ളവർക്ക് ജീവിതം നൽകുന്നത്, മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നത്, ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, അവർ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയവരെ പോലെയാണ് എന്നാണ്. അതുകൊണ്ട് ഭീകരത എന്ന് പറയുന്നത്, വർഗീയത എന്ന് പറയുന്നത്, തീവ്രത എന്ന് പറയുന്നത്
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് മതവിരുദ്ധവും മാനവിക വിരുദ്ധവും അങ്ങേയറ്റം അപലപിക്കേണ്ടതുമാണ്. വളരെ പാവപ്പെട്ട മനുഷ്യന്മാർ, ആ സഹോദരങ്ങൾ അവിടെ ഭീകരമായ ആ പ്രവർത്തനങ്ങൾക്ക് വിധേയമായപ്പോഴും അവർക്ക് സഹായികളായ നല്ല മനുഷ്യരെ കുറിച്ച് അവർ സൂചിപ്പിച്ചു. ആ സഹായത്തിന്റെ, ആ നന്മയുടെ, ആ സഹാനുഭൂതിയുടെ, പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സഹായഹസ്തമായി മാറുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകേണ്ട നിലപാട്. ആ മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും നന്മയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിന്റെ പ്രയാസത്തിൽ, സങ്കടത്തിൽ നമ്മളും ഒത്തുചേരുകയാണ്. മുഴുവൻ ഇന്ത്യക്കാരും ഒത്തുചേരുകയാണ്. മുഴുവൻ ഈ രാജ്യം മുഴുവൻ ആ ഭീകര കൃത്യത്തെ ഒന്നായി അപലപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തെ ഭീകരന്മാരിൽ നിന്ന്, തീവ്രമായി വർഗീയമായി ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരിൽ നിന്നും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ ചെയ്യുന്ന ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും കരുണ കാണിക്കുക. ഇർഹമു മൻ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. അതുകൊണ്ട് കരുണയും ആർദ്രതയും സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ മനുഷ്യരോട് ആ രൂപത്തിൽ വർത്തിക്കുന്ന ഒരു നിലപാടാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ആ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ നിലപാട് ജീവിതത്തിൽ പകർത്തി വളരെ മാന്യമായി നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും മനുഷ്യരെയെല്ലാം സ്നേഹത്തോടെ, സൗഹൃദത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു മനോഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനുഷ്യരെ ഏത് തരത്തിൽ ഉപദ്രവിക്കുന്നതും നിഷിദ്ധമാക്കിയ ഈ മതത്തെ, ഈ മതത്തിന്റെ നന്മയെ, ഈ മതത്തിന്റെ മഹാസിനുകളെ മറ്റുള്ള ആളുകൾക്ക് കൂടുതലായി നാം എത്തിച്ചു കൊടുക്കേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്ത് വളരെ സ്നേഹത്തോടു കൂടി കഴിയുന്ന മുസ്ലിമിനെയും ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുഴുവൻ മനുഷ്യരെയും എങ്ങനെ തമ്മിലടിപ്പിക്കാം എന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ഒരു കാലത്ത് നന്മയോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ആളുകളോട് വർത്തിക്കുക എന്ന ഖുർആനിന്റെ സന്ദേശം ജീവിതത്തിൽ പാലിച്ച് പുലർത്തി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും അബദ്ധവശാലും നാം ചെയ്തുപോയ പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ, അല്ലാഹുവേ അവർക്കെല്ലാം നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ, തെറ്റുകൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണം റഹ്മാനെ. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع